ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മകരവിളക്ക് ദർശനം കാത്തു. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങി സന്നിധാനം. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായി സന്നിധാനം തയ്യാറെടുക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. ശരംകുത്തിയിൽ ആചാരപരമായ സ്വീകരണമാണ് ഒരുക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷമാണ് പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് ദർശനം. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷും പാഞ്ചാലിമേട്ടിൽ നിന്ന് ടോബി ജോൺസണും വണ്ടിപ്പെരിയാറിൽ നിന്ന് രാഹുൽ വിജയനും ചേരും. അതിനു മുമ്പ് ആ റിപ്പോർട്ടിലേക്ക്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു മകരസംക്രമ പൂജ. തന്ത്രി കണ്ഠരര് രാജീവരരുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ കവടിയാർ കൊട്ടാരത്തിൽ നിന്നെത്തിച്ച നെയ്യ് ഉപയോഗിച്ച് അഭിഷേകം നടന്നു. 10,000-കണക്കിന് തീർത്ഥാടകർ ചടങ്ങിന് സാക്ഷിയായി. ഒരു ഭക്തന് പോലും ദർശനം ലഭിക്കാതെ മടങ്ങിപ്പോകേണ്ട ഗതികേട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ തീർത്ഥാടനത്തിന് ഏറ്റവും സവിശേഷത. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇപ്പം തന്നെ 7-8 ലക്ഷം തീർത്ഥാടകരുടെ വർധനവ് വന്നു കഴിഞ്ഞിരിക്കുന്നു. മകരജ്യോതിക്ക് ശേഷം മലയിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പോകുമ്പോൾ 100 കണക്കിന് അപകട സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് നമ്മളൊരു കാല് പിഴച്ചാൽ, ഒരു പാദം പാളിയാൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. നമ്മൾ ഈ തിരുപ്പതിയിൽ നമ്മൾ കണ്ടു, എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമാകും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരനക്ഷത്രവും ദൃശ്യമാവുക. 24 സന്നിധാനം. കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുകയാണ്. പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇപ്പോൾ ടോബി ജോൺസൺ, ഒപ്പം വണ്ടിപ്പെരിയാറിൽ നിന്ന് രാഹുൽ വിജയനും ചേരുന്നുണ്ട്. ടോബി, ഈ മകരവിളക്ക് ദർശനത്തിന് സന്നിധാനത്ത് മാത്രമല്ല, പമ്പയിലാണെങ്കിൽ ഹിൽ ടോപ്പ്, നിലയ്ക്കലിൽ അതിനുള്ള സൗകര്യമുണ്ട്, പുല്ലുമേടുണ്ട്, പാഞ്ചാലിമേടുണ്ട്. അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ മകരവിളക്ക് ദർശനത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ നല്ലതാണ്. സന്നിധാനത്തെ തിരക്ക് അത്രയും കുറയുകയും ചെയ്യും. ടോബി, അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ തീർത്ഥാടകർ അവിടേക്ക് ധാരാളമായി എത്തുന്നുണ്ടോ? അവിടെയുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, തീർച്ചയായിട്ടും ശബരിമലയിൽ ചെന്ന് ദർശനം സാധ്യമാകാത്ത ആളുകൾ ഇതുപോലെയുള്ള മകരജ്യോതി കാണുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കുന്നും പുറങ്ങളിലാണ് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുല്ലുമേടാണ്. പുല്ലുമേട് കഴിഞ്ഞാൽ പാഞ്ചാലിമേട്, പരുന്തുംപാറ, അങ്ങനെ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്കാണ് അയ്യപ്പ ഭക്തർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് വലിയ സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാഞ്ചാലിമേട്ടിലാണ്. പാഞ്ചാലിമേട്ടിൽ ഇപ്പോൾ ആ കാണുന്ന മലനിരകൾക്ക് മുകളിലായിട്ടാണ് മകരജ്യോതി ദർശിക്കാൻ സാധിക്കുന്നത്. അവിടെയായിട്ടാണ്. അപ്പോൾ അവിടെ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ കുന്നിൻ മുകളാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും, അതായത് ബാരിക്കേഡ് അടക്കം നിർമ്മിച്ചുകൊണ്ട് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് കൃത്യമായി സൗകര്യം ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ റിസ്ക് ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേടെന്ന് നമുക്ക് പറയാം. കാരണം അത്രത്തോളം അധികം ഉയരമൊന്നുമല്ല, ഭക്തർക്ക് നടന്നു വന്ന് കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് കാണാം, പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ആളുകളുണ്ട്, മറ്റ് റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ സംവിധാനവും ഒരുക്കി ഈ ഒരു ദർശനം ഭക്തർക്ക് സുഗമമായി നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പാഞ്ചാലിമേട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പെരുവന്താനം പഞ്ചായത്താണ്. പഞ്ചായത്ത് സെക്രട്ടറി നമ്മളോടൊപ്പം ഉണ്ട്. ഇത്തവണയും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉണ്ട്. നമ്മൾ ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് പഞ്ചായത്താണ്. അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട്, പിന്നെ കുടിവെള്ളം, പിന്നെ ഇതിൻ്റെ ഷെഡുകൾ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് നമ്മളാണ്. പിന്നെ അത്യാവശ്യം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇത്തരം മറ്റ് വകുപ്പുകളും എല്ലാ വകുപ്പുകളും ഉണ്ട്. അതായത് റവന്യൂ, പോലീസ്, ഫയർ, പിന്നെ മെഡിക്കൽ ടീമുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്രാവശ്യം കാലാവസ്ഥ അനുകൂലമാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടുന്ന് ടോബി, പാഞ്ചാലിമേട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ടോബി തന്നത്. അത് ഈ മകരവിളക്ക് ദിവസം ആളുകൾ, തീർത്ഥാടകർ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പാഞ്ചാലിമേട്. സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, സന്നിധാനത്തെ തിരക്ക് എങ്ങനെയാണ് ഇപ്പോൾ? പമ്പയിൽ നിന്ന് ഭക്തരെ അവിടേക്ക് കടത്തിവിടുന്നില്ല, നിലയ്ക്കലിൽ നിന്നും കടത്തിവിടുന്നില്ല. ഇനിയിപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കും. പുഷ്പാലങ്കാരത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് സന്നിധാനത്തെ വിവരങ്ങൾ, രാഹുൽ?
വിജയകുമാർ, മകരവിളക്കിന് വേണ്ടി സന്നിധാനത്തെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും തീർത്ഥാടകരെ നിലവിൽ കടത്തിവിടുന്നില്ല. രാവിലെ മല കയറിയ തീർത്ഥാടകരാണ് നിലവിൽ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം ഉച്ചപൂജ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രനട അടയ്ക്കും. ഇനി വീണ്ടും ക്ഷേത്രനട തുറക്കുക വൈകിട്ട് 5 മണിക്കായിരിക്കും. സാധാരണ 3 മണിക്ക് ക്ഷേത്രനട തുറക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മകരവിളക്കായതിനാൽ ഇനി 5 മണിക്കായിരിക്കും ക്ഷേത്രനട തുറക്കുക. അതിനിടയിൽ ശുദ്ധി പ്രക്രിയകൾ ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ്. മകരവിളക്കുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ശരംകുത്തിയിൽ 5:30 തിരുവാഭരണം ചാർത്തിയുള്ള ഘോഷയാത്ര എത്തും. അതിനുശേഷം തിരുവാഭരണം ഇവിടെ ഈ കൊടിമരച്ചൂട്ടിൽ ദേവസ്വം ജീവനക്കാരും ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റുവാങ്ങും. അതിനുശേഷമായിരിക്കും മഹാദീപാരാധന നടക്കാൻ പോകുന്നത്. പിന്നീട് 6:45 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇതിനോടകം തന്നെ 40,000-ത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്ന് 41,000-ഓളം തീർത്ഥാടകരെയായിരുന്നു പ്രതീക്ഷിച്ചത്. എന്തായാലും 2.5 ലക്ഷത്തോളം തീർത്ഥാടകർ ശബരിമലയിലെ സന്നിധാനത്തെ വിവിധയിടങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിലവിലെ വിലയിരുത്തൽ. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വൈകിട്ട് കൂടുതൽ ജാഗ്രത വേണം. അതിനുവേണ്ടി ഒരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും പൂർത്തിയായിട്ടുണ്ട്. വിജയകുമാർ, സന്നിധാനത്തു നിന്നാണ് രാഹുൽ വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ ഈ ദർശനം സാധ്യമാകുന്ന മറ്റൊരു പ്രദേശമാണ് വണ്ടിപ്പെരിയാർ. അവിടെ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, വണ്ടിപ്പെരിയാറിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ? പുല്ലുമേട് ഭാഗത്തേക്ക് തീർത്ഥാടകർ ധാരാളം പോകാറുണ്ട് ആ ദിവസങ്ങളിൽ. ഈ തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം അവിടുത്തെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പുല്ലുമേട്ടിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ഒന്നെങ്കിൽ KSRTCക്കോ അല്ലെങ്കിൽ സത്രത്തിലേക്ക് ഇവിടുന്നുള്ള ജീപ്പ് വഴിയോ പോയതിനു ശേഷം കാൽനടയായി വേണം ഈ കാനനപാതയിലൂടെ പുല്ലുമേട്ടിലേക്ക് പോകാൻ. എന്തായാലും 2 മണിയോടുകൂടി കാനനപാതയിലൂടെയുള്ള സഞ്ചാരം പൂർണ്ണമായിട്ടും തീർത്ഥാടകരെ കടത്തിവിടുന്നത് പൂർണ്ണമായിട്ടും നിർത്തും. അതിനുശേഷം ആരെയും തന്നെ പുല്ലുമേട്ടിലേക്ക് കടത്തിവിടില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിപ്പെരിയാറിലുണ്ടായിരുന്ന തീർത്ഥാടകർ ഒട്ടുമിക്ക ആളുകളും പുല്ലുമേട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം ആളുകൾ പുല്ലുമേട്ടിലേക്ക് ഈ മകരവിളക്ക് ദർശിക്കാനായി എത്തുമെന്നുള്ളൊരു കണക്കാണ് ഈ റവന്യൂ വകുപ്പും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1,200 പോലീസുകാരെ പുല്ലുമേട്ടിലും പാഞ്ചാലിമേട്ടിലും ഉൾപ്പെടെ 3 സ്ഥലങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും മറ്റു ഉദ്യോഗസ്ഥരും സുരക്ഷാ ഡ്യൂട്ടിക്കായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ, അതാണ് വണ്ടിപ്പെരിയാറിൽ നിന്നുള്ള വിവരങ്ങൾ. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ തീർത്ഥാടനത്തിന് ശേഷം, അതായത് മകരവിളക്ക് ദർശനം, ദീപാരാധന ദർശനം, അതിനുശേഷം തീർത്ഥാടകർ താഴേക്ക് ഇറങ്ങുക, മല ഇറങ്ങുന്ന സമയത്ത് വലിയ ജാഗ്രത വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഭക്തരൊക്കെ അവരുടെ വീടുകളിൽ സുരക്ഷിതരായി എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ കൂടി ദേവസ്വം ബോർഡ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രാവിലെ ബോർഡ് പ്രസിഡന്റ് പറയുകയും ചെയ്തപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ, ഈ തീർത്ഥാടനത്തിന്റെ അവസാന മണിക്കൂറുകൾ ആ നിലയ്ക്ക് വലിയ സുരക്ഷ വേണ്ടതാണ്, ശ്രദ്ധ, ജാഗ്രത വേണ്ടതാണ്. അപ്പോൾ ഇനി നോക്കാം ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ മറ്റു ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. ജാമ്യാപേക്ഷയിലും ബോബി ചെമ്മണ്ണൂർ പരാതിക്കാരി അധിക്ഷേപിച്ചെന്ന കടുത്ത വിമർശനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ജാമ്യം നൽകിയുള്ള ഉത്തരവ് ഉച്ചതിരിഞ്ഞ് 3:30 പുറത്തിറങ്ങും. പരാതിക്കാരിക്കെതിരെ ജാമ്യ ഹർജിയിൽ നടത്തിയ അധിക്ഷേപ പരാമർശത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതി വിമർശനം. പിന്നാലെ ഹണി റോസിന് അസാമാന്യ കഴിവുകളില്ലെന്ന പരാമർശം പിൻവലിക്കുന്നതായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും എന്തിനാണ് ഈ പ്രയോഗങ്ങൾ തുടർച്ചയായി നടത്തുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പൊതുജനം മനസ്സിലാക്കണമെന്നും കോടതി. വിമർശനങ്ങൾക്കൊടുവിലാണ് ജാമ്യം അനുവദിക്കുന്നതായി കോടതി വ്യക്തമാക്കിയത്. തെളിവെടുപ്പ് ആവശ്യമില്ലാത്തതിനാൽ കസ്റ്റഡിയിൽ വേണ്ടെന്ന പോലീസ് നിലപാടാണ് ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായത്. 7 മണിക്ക് മുമ്പ് ഉത്തരവ് ജയിലിലെത്തിച്ചാൽ ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് തന്നെ പുറത്തിറങ്ങാം. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചെങ്കിലും ഇതൊരു മുന്നറിയിപ്പാണ്. സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ആളുകൾക്ക് പിടിവീഴുമെന്ന മുന്നറിയിപ്പ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.
സർവ്വസന്നാഹങ്ങളുമായി തെരച്ചിൽ നടത്തിയിട്ടും കൂട്ടിലാകാതെ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ. തെരച്ചിലിനിടെ ഇന്ന് പുലർച്ചെയും കടുവ ആടിനെ ആക്രമിച്ചു കൊന്നു. ആടിനെ മാത്രം വേട്ടയാടുന്നതിനാൽ മട്ടൻ കടുവയെന്നാണ് നാട്ടുകാർ ഈ കടുവയെ ഇപ്പോൾ വിളിക്കുന്നത്. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ കടുവ കാപ്പിത്തോട്ടത്തിലേക്ക് വലിഞ്ഞു. സമയം പുലർച്ചെ 2:05. ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിൻ്റെ വീട്. ബിജുവിൻ്റെ അമ്മ മറിയം ഉറങ്ങുന്ന മുറിയോട് ചേർന്നുള്ള ജനലിന് പുറമേയാണ് ആടിൻ്റെ കൂട്. തള്ളയാടും 3 കുട്ടികളും ഇവിടെയുണ്ട്. മറിയം കണ്ട കാഴ്ച ഇങ്ങനെ. ഞാനിവിടെ ജല്ലിക്കട നോക്കുമ്പം ഈ ആടിനെ കടിച്ചു വന്നിട്ട് കടുവ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. ഒച്ച കേട്ടോണ്ടാണ് ഞാൻ നോക്കുന്നത്, ജല്ല് തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഇവിടെ വെച്ചേക്കണ നന്നായിട്ട് വെട്ടം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ശരിക്കും ഈ കടുവേനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ടേ ഇങ്ങനെ കയറിപ്പോകും. വരുന്നത് കണ്ടില്ല, ഞാൻ കയറി പോകുന്നതേ കണ്ടുള്ളൂ. അപ്പോൾ ഇതിനെ കടിച്ച് കൊന്നിട്ട് ഈ കടുവ ഈ സ്റ്റെപ്പേന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിയുക. ഇവിടുന്ന് വട്ടം അങ്ങോട്ട് തിരിയുന്ന ഞാൻ കണ്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഒച്ച ഉണ്ടാക്കി. ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന വനം വകുപ്പ് സംഘം വേഗത്തിൽ സ്ഥലത്തെത്തി. ആടിനെ ഇരയാക്കി വെച്ച് കൂട് സ്ഥാപിച്ചു. തെർമൽ ഡ്രോൺ പറത്തി. കടുവയുടെ ചലനം വ്യക്തമായതോടെ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും മരുന്ന് നിറച്ച തോക്കുമായി ഇറങ്ങി. അനുകൂല സാഹചര്യം വരികയാണെങ്കിൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയും അതുപോലെ തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസും സംഘവും ഇവിടെ നിലവിലുണ്ട്. അനുകൂല സാഹചര്യം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് തുറസായ സ്ഥലത്ത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു പ്രൊസീജിയറിലേക്ക് ഇന്ന് കടക്കുന്നതാണ്. വനം വകുപ്പിന്റെ തെരച്ചിലിനിടെ കടുവ കാപ്പിത്തോട്ടത്തിലേക്ക് വലിഞ്ഞു. ഇതോടെ മയക്കുവെടി സാധ്യമല്ലാതെ വന്നു. സ്ഥലത്തെത്തിയ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രാദേശിക CPIM നേതാക്കളും തമ്മിൽ വാക്കേറ്റത്തിനും ഊട്ടിക്കവല സാക്ഷ്യം വഹിച്ചു. രാത്രിയിലും ഉചിതമായിടത്ത് കടുവയെ കിട്ടിയാൽ മയക്കുവെടി വയ്ക്കും. ആടുകളുടെ നഷ്ടപരിഹാരം നാളെ നൽകും. 24 വയനാട്. വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലെ ജനങ്ങൾ. ഇടുക്കി മൂന്നാർ കുറ്റ്യാർവാലിയിൽ 2 പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നു. കന്നിമലയിൽ ജനവാസ മേഖലയിൽ കാട്ടാന പടയപ്പ ഇറങ്ങി. അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ ഒറ്റയാൻ കാർ ആക്രമിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ കുറ്റ്യാർവാലി എസ്റ്റേറ്റിൽ മേയാൻ വിട്ട പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നത്. കുറ്റ്യാർവാലി സ്വദേശിയായ മുരുകന്റെ 2 പശുക്കളാണ് ചത്തത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിൽ ഇന്നലെ വൈകിട്ടാണ് പടയപ്പ ഇറങ്ങിയത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ലയങ്ങളുടെ സമീപത്തെത്തിയ പടയപ്പയെ നാട്ടുകാർ ബഹളം വെച്ച് തുരത്തുകയായിരുന്നു. അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ കാർ ആക്രമിച്ചു. കണ്ണൻകുഴി സ്വദേശി അനിലിന്റെ കാറാണ് കാട്ടാന തകർത്തത്. അട്ടപ്പാടിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. പട്ടിമാളം പമ്പ് ഹൗസിന് സമീപമാണ് ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ കാട്ടാന ഇറങ്ങിയത്. 24 ഇടുക്കി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കി ധനസഹായം നൽകാൻ നടപടി തുടങ്ങി. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമായി പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും 2 സമിതികളും രൂപീകരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ നേരത്തെ ധനസഹായം നൽകിയിരുന്നു. കാണാതായവരെ കൂടി മരിച്ചതായി കണക്കാക്കി തൊട്ടടുത്ത ബന്ധുക്കൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നത്. ഓഖി പെട്ടിമുടി ദുരന്തങ്ങൾ സ്വീകരിച്ച അതേ നടപടി പിന്തുടർന്നാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി സഹായം നൽകുന്നത്. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവരടങ്ങുന്ന പ്രാദേശിക സമിതി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കണം. ഇപ്പോൾ തന്നെ കാണാതായവരെ പറ്റി FIR ഉള്ളതിനാൽ ഇതിന് വലിയ കാലതാമസം എടുക്കില്ല. പ്രാദേശിക സമിതി തയ്യാറാക്കുന്ന പട്ടിക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കണം. ജില്ലാ തലത്തിലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പട്ടിക സംസ്ഥാന തലത്തിലും വീണ്ടും പരിശോധിക്കും. ആഭ്യന്തര സെക്രട്ടറി, തദ്ദേശ വകുപ്പ് സെക്രട്ടറി, ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് സംസ്ഥാനതല സമിതിയിലുള്ളത്. സംസ്ഥാന സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ ധനസഹായം പ്രഖ്യാപിക്കും. 3 ആഴ്ച കൊണ്ട് ഈ നടപടികളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 32 പേരെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കാണാതായിരിക്കുന്നത്. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നടപടി തുടങ്ങി. വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും മരണ സർട്ടിഫിക്കറ്റ് നൽകുക. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് കുറഞ്ഞത് 2 മാസമെങ്കിലും സമയമെടുക്കും. 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ തുറക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു പോലീസ്. 2 ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. കല്ലറ തുറക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഗോപൻ സ്വാമിയുടെയും കുടുംബത്തിന്റെ തീരുമാനം. ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയ സംഭവത്തിൽ കല്ലറ പൊളിച്ച് പരിശോധിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഉടൻ കുടുംബത്തിന് നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ തന്നെ കല്ലറ പൊളിച്ചു നീക്കാനാണ് പോലീസിന്റെ നീക്കം. 2 ദിവസത്തിനകം നടപടി പൂർത്തിയാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. എന്നാൽ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കുടുംബം. ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടാത്ത ഒരാളാണ് ഈ അച്ഛന്റെ സമാധി ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗുണ്ടായിസം പോലെ 20-25 കൂടുതൽ ആൾക്കാർ വരും ഫസ്റ്റ് റൗണ്ടിൽ. ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഗുണ്ടായിസം കാണിച്ചിട്ട് പോയത്. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ ഞാൻ ഒരിക്കലും സാധിക്കൂല. അതിനെ ഹിന്ദു ഐക്യവേദി ഇതിലെന്താണെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ബന്ധുക്കളുടേതുൾപ്പെടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മകനടക്കം നൽകിയ മൊഴികളിൽ അവ്യക്തത കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇനി പിടിയിലാകാനുള്ളത് 15 പ്രതികൾ. 2 ദിവസത്തിനകം മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് കേസ് അന്വേഷണത്തിന് മേൽനോട്ട ചുമതലയുള്ള DIG അജിത ബീഗം 24നോട് പറഞ്ഞു. 44 പേരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായത്. 24 എക്സ്ക്ലൂസീവ്. 59 accused have been listed out and 44 has been arrested. ഇപ്പോൾ നമുക്ക് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത് 15 പേരാണ്. വി ആർ എൻഷുറിംഗ് ദാറ്റ് നോബഡി ഈസ് ലെഫ്റ്റ് ഔട്ട്. അതിനകത്ത് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാ ആളുകളെയും വി വിൽ ലിസ്റ്റ് ദം ഡൗൺ. വി വിൽ എൻഷുർ ദാറ്റ് ഓൾ FIRs are registered and all of them are arrested. കേസിലാകെ 30 FIR ആണ് രജിസ്റ്റർ ചെയ്തത്. ഇന്ന് ഒരാളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 44ആയി. തിരുവനന്തപുരം റൂറൽ പരിധിയിൽ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിക്കെതിരായ പീഡനം അപമാനകരമെന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. പ്രതികൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ബൃന്ദ കാരട്ട്. കേസിലെ ഒരു പ്രതി വിദേശത്താണുള്ളത്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ നാളെ പത്തനംതിട്ട SP ഓഫീസിൽ അവലോകന യോഗം ചേരും. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്ന പരാമർശത്തിൽ PV അൻവറിന് വക്കീൽ നോട്ടീസ്. ഇത് 4ാം തവണയാണ് PV അൻവറിനെതിരെ P ശശി വക്കീൽ നോട്ടീസ് അയക്കുന്നത്. PV അൻവറിനെതിരെ CPIM വിമർശനം തുടരുമ്പോഴും അൻവറിനെ കൂടെ കൂട്ടുന്നതിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ട എന്ന നിലപാടിലാണ് UDF. മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും കടന്നാക്രമിച്ചായിരുന്നു അൻവറിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം. പിന്നാലെ അൻവറിനെതിരെ P ശശി 4ാമത്തെ വക്കീൽ നോട്ടീസ് അയച്ചു. PV അൻവറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും പിൻവലിക്കണമെന്നുമാണ് ആവശ്യം. P ശശിയുടെ പരാതിയിൽ 3 കേസുകൾ നിലവിൽ അൻവറിനെതിരെ കണ്ണൂരിലെ കോടതികളിലുണ്ട്. UDF പ്രവേശനത്തിനായി PV അൻവർ മാപ്പപേക്ഷ തയ്യാറാക്കി നിൽക്കുകയാണെന്ന് CPIM. അദ്ദേഹം എങ്ങനെയാണ് UDFിലേക്ക് കയറുക എന്നുള്ള കാര്യം സംബന്ധിച്ച് മാപ്പപേക്ഷ കൊടുത്ത് നിൽക്കുകയാണ്. കോൺഗ്രസ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്ത യഥാർത്ഥത്തിൽ ആ ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാണ്. കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയ ബാധ്യതയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFിനൊപ്പമെന്ന നിലപാട് പ്രഖ്യാപിച്ച PV അൻവറിന് പിന്തുണയുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവർ ശുപാർശ നൽകുന്നതിൽ തെറ്റില്ലെന്ന രമേശ് ചെന്നിത്തല. സജഷൻസ് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. അൻവർ ഒരു സജഷൻ വെച്ചു, വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം മറ്റൊരു സജഷൻ കൂടെ വെച്ചു. അതിനൊന്നും അപാകതയൊന്നുമില്ല. ഏതായാലും UDFിനെ പിന്തുണയ്ക്കാനുള്ള അൻവറിന്റെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നല്ല കാര്യമാണ്. തൽക്കാലം അൻവറിനെ തള്ളുകയും കൊള്ളുകയും വേണ്ടെന്നാണ് UDF നിലപാട്. അൻവറിനോട് വെറുപ്പും മതിപ്പുമില്ലെന്ന KPCC അധ്യക്ഷൻ K സുധാകരൻ. അൻവറിനെതിരൊന്നുമല്ല ഞങ്ങൾ, അൻവറിന് അനുകൂലമല്ല ഞങ്ങൾ. കാരണം അനുകൂലമാകുന്ന ഒരു നിലപാടത്തിലല്ല അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് വെറുപ്പുമില്ല, അദ്ദേഹത്തോട് നമുക്ക് മതിപ്പുമില്ല. UDF യോഗത്തിലും KPCCയുടെ യോഗങ്ങളിലും അൻവർ വിഷയം ചർച്ച ചെയ്യും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പിന്തുണ സ്വീകരിക്കുന്നതിൽ UDF നിലപാടെടുക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണൻ MLA ന്യായീകരിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ. അറസ്റ്റ് വാറന്റ് ഉള്ളയാൾ ജാമ്യം ലഭിക്കുന്നതുവരെ ഒളിവിൽ കഴിയുക സ്വാഭാവികമല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട് എന്നും K സുധാകരൻ പറഞ്ഞു. കേസെടുത്തതിനു ശേഷം ജില്ല വിട്ട IC ബാലകൃഷ്ണൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. നിശ്ചയമായി ഞങ്ങളല്ലേ ഏറ്റെടുക്കണ്ടേ? ഒളിവിലൊരു
അറസ്റ്റ് വാറന്റ് ഉള്ള ഒരാൾ പിന്നെ എവിടെയെങ്കിലും താമസിക്കുമ്പോൾ പിന്നെ ഒളിവ് താമസിക്കേണ്ടി വരൂലേ? സ്വാഭാവികമല്ലേ? ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതിന് മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസ്. ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു എന്നാണ് കേസ്. അരവിന്ദ് കെജ്രിവാളിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെ ചൊല്ലി ഇന്ത്യ മുന്നണിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്നലെ സിലംപൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. രാഹുൽ ഗാന്ധി മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന അഭിപ്രായമാണ് ഇന്ത്യ മുന്നണിയിൽ ഉയരുന്നത്. രാഹുലിനെ വിമർശിച്ച് ആം ആദ്മി നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ പരാമർശങ്ങളോട് മറുപടിയില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ. തെരഞ്ഞെടുപ്പിൽ വോട്ടിനായി BJP പണം വിതരണം ചെയ്യുന്നെന്ന ആരോപണം ആം ആദ്മി ആവർത്തിച്ചു. मैं दिल्ली की जनता से अपील करना चाहता हूं, जो ये बांट रहे हैं सब ले लो, लड़ झगड़ के ले लो, इनके दफ्तरों में जाके ले लो, इनसे लड़ो, लेकिन अपना वोट मत बिकने देना किसी भी हालत के अंदर. ഇതിനിടെ ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതിന് പോലീസ് കേസെടുത്തു. ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തെന്നാണ് ഡൽഹി പോലീസിന്റെ FIR. കൽക്കാജിയിലെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി അതിഷി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 24 ഡൽഹി. രാജ്യത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യം സ്ഥാപിതമായത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തോടെയാണെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന പരിപാടിയിലായിരുന്നു മോഹൻ ഭാഗവതിന്റെ വിവാദ പരാമർശം. अनेक शतकों से परचक्र झेलने वाले भारत के सच्चे स्वतंत्रता की प्रतिष्ठा उस दिन हो गई. स्वतंत्रता थी, प्रतिष्ठित नहीं, क्योंकि भारत स्वतंत्र हुआ 15 अगस्त को, तो राजनीतिक स्वतंत्रता हमको मिली. हमारा भाग्य निर्धारण करना हमारे हाथ में आ गया. हमने एक संविधान भी बनाया, एक विशिष्ट दृष्टि जो भारत के अपने स्व से निकलती है, उसमें से वो संविधान दिग्दर्शित हुआ, लेकिन उसके जो भाव है उसके अनुसार चला नहीं. തൃശൂർ പീച്ചി ഡാമിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലുള്ള വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഐറിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതായി മെഡിക്കൽ ബുള്ളറ്റിൻ. അതേസമയം ചികിത്സയിലുള്ള നിമയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടി. നിമയെ ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് ICUവിലേക്ക് മാറ്റിയേക്കും. ഡാം റിസർവോയറിൽ വീണ 2 കുട്ടികൾ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. കോടനാട് മലയാറ്റൂർ പാലത്തിൽ നിന്ന് പെരിയാറിലേക്ക് ചാടിയ യുവതിയെ അതിസാഹസികമായി രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന JCB ഓപ്പറേറ്റർ അമലാണ് യുവതിയെ രക്ഷിച്ചത്. യുവതി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ വയോധികൻ മരിച്ചെന്ന പരാതിയുമായി കുടുംബം. ഡോക്ടേഴ്സിനും നഴ്സസിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഉൾപ്പെടെ പരാതി നൽകി. കാലിലെ പഴുപ്പിന് ചികിത്സ തേടിയെത്തിയ അത്തോളി സ്വദേശി രാജനാണ് ബീച്ച് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ഇടതുകാൽ വിരലിലെ പഴുപ്പ് കൂടിയതോടെയാണ് അത്തോളി സ്വദേശിയായ രാജൻ കഴിഞ്ഞ ബുധനാഴ്ച കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ രാജനെ പിന്നീട് വാർഡിലേക്ക് മാറ്റി. അവിടേക്കെത്തിയ ഹൗസ് സർജൻ കാലിലെ കെട്ടഴിച്ച ശേഷം ഫോട്ടോ എടുത്തു മടങ്ങി. പിന്നീട് രാജന്റെ ആരോഗ്യനില ഗുരുതരമായിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഡോക്ടർ രാവിലെ എത്തി പരിശോധിക്കുമ്പോഴേക്കും രാജൻ മരിച്ചിരുന്നു. ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് രാജന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. ആരോഗ്യമന്ത്രി തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്കുൾപ്പെടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വീഴ്ച വരുത്തിയ ഡോക്ടേഴ്സിനും നഴ്സസിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. 24 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുക്ഷാമം രൂക്ഷമാകുന്നു. മരുന്ന് ലഭിക്കുന്നില്ല എന്നാണ് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ പരാതി. ബീച്ച് ആശുപത്രിയിലും 3 മാസമായി മരുന്ന് ലഭിക്കുന്നില്ല. പ്രതികരണങ്ങൾ ആദ്യം. ഒന്ന് ബീച്ചിൽ നിന്നും പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും എടുക്കുന്നത്. 2 സ്ഥലത്തും ഇല്ലാത്ത അവസ്ഥയാണ്. മോന് പിന്നെ കിഡ്നി 2ഉം കംപ്ലൈൻ്റ് ആണ്. ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്ന് ക്ഷാമം തന്നെ. അപ്പോൾ നമ്മളൊക്കെ ഇൻഷുറൻസ് വഴി മെഡിക്കൽ കോളേജിൽ നിന്നും കാരുണ്യം നിന്നും നീതി സ്റ്റോറിൽ നിന്നൊക്കെയാണ് നമ്മൾ മരുന്ന് വാങ്ങല്. ഒരാഴ്ചയായിട്ടാണ് മരുന്നില്ല. നമുക്ക് മരുന്ന് ലഭിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കാസ്പ് വഴി കാരുണ്യയിൽ നിന്നും പിന്നെ ഫെയർ പ്രൈസിൽ നിന്നാണ് നമുക്ക് മരുന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു
ഒരാഴ്ചയായിട്ട് നമുക്ക് മരുന്ന് തീരെ അവിടുന്ന് ലഭിക്കുന്നില്ല. ഞങ്ങൾ ഉപ്പാക്കാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 7 മാസമായി ഇപ്പോൾ പെരിട്ടോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പം മരുന്ന് കിട്ടണില്ല. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഈ വിതരണക്കാർ അവിടെ മരുന്ന് വിതരണം നിർത്തിവെച്ചു, അവർക്ക് കുടിശ്ശികയുണ്ട് എന്ന് നേരത്തെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. നമ്മൾ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ അത് വിശദമായി പരിശോധിച്ചതാണ്. അതിന്റെ ഭാഗമായുള്ള പ്രതിസന്ധിയാണോ ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഉണ്ടായത്? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. ഈ മെഡിക്കൽ കോളേജിലേക്കും ഒപ്പം ബീച്ച് ആശുപത്രിയിലേക്കുമൊക്കെ മരുന്ന് വിതരണക്കാർ വിതരണം നിർത്തിയിട്ട് ദിവസങ്ങളായി. പക്ഷേ അതിലൊരു പ്രതിസന്ധിയിൽ, ആ പ്രതിസന്ധിയിൽ ഒരു പരിഹാരമുണ്ടാകാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. ഈ ഡയാലിസിസ് രോഗികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. അവർക്ക് ദിനംപ്രതി 1200 രൂപയുടെയൊക്കെ മരുന്നുകളാണ് വാങ്ങാനുള്ളത്. അത് ഈ കാരുണ്യ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെയാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷേ അത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന കയ്യിൽ നിന്ന് ചിലവാക്കേണ്ട പണത്തിൻ്റെ തുക അത് ഭീമമാണ്. പലപ്പോഴും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പലർക്കും ഇത്തരത്തിൽ ഈ മരുന്നുകൾ ലഭിക്കാതാവുമ്പോൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടാണ് അവർ ഈ നമുക്ക് നൽകിയ പ്രതികരണങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബീച്ച് ആശുപത്രിയിൽ അവർക്ക് ഈ ഡയാലിസിസിനുള്ള ഫ്ലൂയിഡ് കിട്ടാനില്ല. ഈ സമാനമായ പ്രശ്നം മെഡിക്കൽ കോളേജിലും ഒരാഴ്ചയോളമായി അവർ നേരിടുകയാണ്. മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രശ്നം ആരംഭിച്ചത് 10-ാം തീയതി മുതലാണ്. അന്ന് മുതലാണ് അവിടെ ഈ മരുന്ന് വിതരണക്കാർ അവസാനിപ്പിച്ചത്. അതിൻ്റെ പ്രധാന കാരണം ഈ കുടിശ്ശിക തന്നെയായിരുന്നു. ബീച്ച് ആശുപത്രിയിൽ കുറേ മാസങ്ങളായി ഈ പ്രശ്നമുണ്ട്. ഏതായാലും ഈ ഒരു പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് രോഗികളെത്തും. ഇതിപ്പോൾ ഡയാലിസിസ് രോഗികളാണ് നമ്മളോട് പ്രതികരിച്ചത്. നാളെ പല രോഗങ്ങളുമായി എത്തുന്നവർ അവർ തങ്ങളുടെ ബുദ്ധിമുട്ട് അവർ ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഇത്തരം ഈ മരുന്ന് വിതരണക്കാർ വിതരണം നിർത്തിയതിനെ തുടർന്ന് ഫാർമസിയൊക്കെ, ന്യായവില മെഡിക്കൽ ഷോപ്പൊക്കെ അടച്ചിടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയതാണ്. പിന്നീട് സമവായ ചർച്ചയൊക്കെ നടത്തിയാണ് ഇതിലൊരു തീരുമാനമുണ്ടാക്കിയത്. ഏതായാലും അത്തരമൊരു ചർച്ചയാണ് വിതരണക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ പരാതിക്കാർ നേരത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസറെ കണ്ടിരുന്നു. അദ്ദേഹം നൽകിയ മറുപടി ഈ ഫണ്ടില്ല, അതിനാലാണ് ഇത്തരത്തിൽ മരുന്ന് വിതരണം നിലച്ചതെന്നും അതാണ് നിങ്ങൾക്ക് മരുന്ന് ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് എന്നുള്ളതുമാണ്. അദ്ദേഹം നിസ്സഹായനാണ്, അതാണ് യാഥാർത്ഥ്യം. സർക്കാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ മെഡിക്കൽ കോളേജിനൊക്കെ ലഭിക്കേണ്ടതുണ്ട് വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമായി. അത് ലഭിച്ചാൽ മാത്രമേ ഈ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഈ മരുന്ന് വിതരണക്കാർക്ക് പണം നൽകാനാകൂ. അങ്ങനെ എന്തായാലും അഭിജിത്ത് ചൂണ്ടിക്കാട്ടിയത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അത് കുറെ കൂടി സങ്കീർണമാകും. ഇപ്പോൾ ഡയാലിസിസ് രോഗികളാണ് പരാതി ഉന്നയിക്കുന്നത്. മറ്റ് രോഗബാധിതർ കൂടി ഈ മരുന്ന് ലഭിക്കാത്ത സാഹചര്യം അവർക്ക് കൂടി ഉണ്ടാകുമെന്ന ആശങ്ക ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഇപ്പോൾ അഭിജിത്ത് ചൂണ്ടിക്കാട്ടിയത്. അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നത് വ്യക്തവുമാണ്. 24ന്റെ പ്രത്യേക ക്യാമ്പയിൻ തുടരുന്നു. സൈബർ ബലിയാടുകൾ. താരങ്ങൾക്കോ നേതാക്കൾക്കോ മാത്രമല്ല, സാധാരണ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വീട്ടമ്മമാരും വരെ സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. അത്തരമൊരു അനുഭവം നേരിടുകയും അതിനെതിരെ ശക്തമായി പോരാടുകയും ചെയ്ത അനുഭവമാണ് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനി ശ്രീജ ഷൈജുദേവിന് പറയാനുള്ളത്. ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈലിൽ നിന്നും വാട്സപ്പിൽ വ്യാജ നമ്പറിൽ നിന്നും നിരന്തരമായി അധിക്ഷേപം. വ്യാജന്മാർ എല്ലാ അതിർത്തികളും ഭേദിച്ച് രൂക്ഷമായിട്ടായിരുന്നു അതിക്രമം. സാധാരണ വീട്ടമ്മയാണെങ്കിൽ തകർന്നു പോകാൻ ഇത്രയും മതി. എന്നാൽ ശ്രീജ ഷൈജുദേവ് തളർന്നില്ല, പോരാടാൻ തീരുമാനിച്ചു. പരാതി നൽകി. പോലീസ് അന്വേഷണവും ശക്തമായി നടന്നു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും വളരെ മോശമായ നിലയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലയിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെയാണ് വന്നത്. സൈബർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും അതിനെ തുടർന്ന് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഞാൻ മൊഴി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് കേസെത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 22ഓളം പേരെ ചോദ്യം ചെയ്തു. ഇതിനിടെ 3 വ്യാജ ID-യുടെ വിവരങ്ങൾ ലഭ്യമായില്ല. പോലീസ് കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് ശക്തമായ നടപടിയുമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൻ്റെ CEO-യെയും അതുപോലെ തന്നെ വാട്സാപ്പിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെയും ഒക്കെ വിളിച്ചു വരുത്തുന്നതിന് കോടതി തന്നെ ഉത്തരവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ കോടതി ഉത്തരവിട്ട് അതിനുശേഷം അവർ ആദ്യം വന്നില്ല, രണ്ടാമത് വീണ്ടും കോടതി നോട്ടീസ് കൊടുത്തു. സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ല.
ഏത് പാർട്ടിക്കാരായാലും അതിൽ പാർട്ടി എന്നുള്ളതൊന്നുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല, ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരായാലും അല്ലാതെയുള്ള ആളുകളായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള നിലയിൽ വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് അത് ഒരാളും ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. CPM പ്രാദേശിക നേതാവും കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ് ശ്രീജ. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ടയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. അടൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. പ്രതികൾ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നു. സമഗ്രമായ അന്വേഷണം ആവശ്യമുള്ള ഒരു കേസ് കൂടിയാണ്. ആ പശ്ചാത്തലത്തിലാണ് അതിജീവിതയുടെ രഹസ്യമൊഴി ഇപ്പോൾ ക്രിമിനൽ നടപടിച്ചട്ടം 164 അനുസരിച്ച് രേഖപ്പെടുത്തിയത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? തീർച്ചയായും വിജയകുമാർ, അതുതന്നെയാണ്. ഇന്ന് അല്പസമയം മുൻപാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞത്. പെൺകുട്ടി 59ഓളം പേരുകൾ പറഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ DIG അജിത ബീഗം അല്പസമയം മുൻപ് 24നോട് വ്യക്തമാക്കിയത്. അവർ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 59ഓളം പ്രതികളെ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 15 പേർ മാത്രമാണ് ഇനി പിടിയിലാകാനുള്ളത്. അതിലൊരു പ്രതി വിദേശത്താണ്. ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ 30 FIR ആയി കഴിഞ്ഞു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ അറസ്റ്റുകൾ, ഒരു 4 പേരോളം മറ്റ് വിവിധ സ്റ്റേഷനുകളിലായി കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന ഒരു സൂചനയാണ് നൽകുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അന്വേഷണം കുറെ കൂടി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ. അടൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന് ചികിത്സയിലുള്ള ജെയിൻ. സുഹൃത്തിനയച്ച സന്ദേശത്തിലാണ് ജെയിൻ ഇക്കാര്യം അറിയിച്ചത്. ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട ഇരുവർക്കും യുദ്ധമുഖത്ത് എന്ത് സംഭവിച്ചു എന്ന് വിവരിക്കുന്ന സന്ദേശമാണ് ജെയിൻ സുഹൃത്തുക്കൾക്ക് പങ്കുവച്ചത്. 5-ാം തീയതി രാത്രി ബിനിലിനെ ചിലർ കൂട്ടിക്കൊണ്ടുപോയി. 6-ാം തീയതി രാവിലെ യുദ്ധമുഖത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതിനിടയിലാണ് ബിനിലിന്റെ മൃതദേഹം കണ്ടതെന്ന് ജെയിൻ. ആ സമയം ഡ്രോൺ ആക്രമണം ശക്തമായി. അതിനിടെ ബിനിലിന്റെ ശരീരം മറിച്ചിട്ട് പരിശോധിച്ചു. രക്തം തളം കെട്ടിക്കിടന്ന് മരവിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്നും സന്ദേശത്തിൽ സ്ഥിരീകരിക്കുന്നു. പിന്നാലെ പരിക്കേറ്റ ജെയിനിനെ പിന്നീട് മോസ്കോയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടെ കൊല്ലപ്പെട്ട ബിനിലിന്റെ വീട് സന്ദർശിച്ച രമേശ് ചെന്നിത്തല വിഷയത്തിൽ സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളെയൊക്കെ സർക്കാർ നിയന്ത്രിക്കേണ്ടതാണ്. ഇതെന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്? ഇത് ഗൗരവമായി ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഏജൻസികളെ നിയന്ത്രിക്കേണ്ടതാണ്. ഇവരുടെ പേരിൽ നടപടിയെടുക്കേണ്ടതാണ്. 24 തൃശൂർ. 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം തലശ്ശേരി പോലീസ് സ്റ്റേഷന് ലഭിച്ചു. എറണാകുളം മട്ടാഞ്ചേരി സ്റ്റേഷനാണ് രണ്ടാമത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ പുരസ്കാരത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ തലശ്ശേരി പോലീസ് സ്റ്റേഷന് ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചതിന്റെ വിവരം കൂടി. വിജയകുമാർ, ഈ ക്രമസമാധാന പാലനം, അതേപോലെ തന്നെ കേസ് അന്വേഷണം, കൂടാതെ സ്റ്റേഷനിലേക്ക് വരുന്നവരുടെ പെരുമാറ്റം, ഇതടക്കമുള്ള മാനദണ്ഡങ്ങൾ, ഇതാണ് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ എന്നുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരത്തിന്റെ മാനദണ്ഡം. ഇതിന് 2023 പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. 2ാം സ്ഥാനം കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന് ലഭിച്ചു. 3ാം സ്ഥാനം ആലപ്പുഴയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനും പങ്കിട്ടിട്ടുണ്ട്. ക്രമസമാധാന വിഭാഗം ADGPയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ഈ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഈ പുരസ്കാരം തൊട്ടടുത്ത മാസം തന്നെ പോലീസ് സ്റ്റേഷനുകൾക്ക് കൈമാറും. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. തെക്കൻ കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ ശ്രീലങ്കയുടെ മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുതന്നെയാണോ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ മഴ കൊണ്ടുവരുന്നത്? വിജയകുമാർ, തീർച്ചയായും. അതായത് മാലദ്വീപിനും അതുപോലെ ശ്രീലങ്കയ്ക്ക് സമീപം ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്തേക്ക്, കേരളത്തിലേക്ക് കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം കൂടുതലായി ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈ കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം കൂടുതലായി ഉണ്ടാകും. തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിലായിരിക്കും കൂടുതൽ മഴയ്ക്ക് സാധ്യത.
ഇന്ന് തെക്കൻ കേരളത്തിൽ പൊതുവെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യെല്ലോ അലർട്ട് എന്നാൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. മലയോര മേഖലകളിൽ മഴ ശക്തമായേക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ തെക്കൻ ജില്ലകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, മലയോര മേഖലയിൽ കിഴക്കൻ കാറ്റ് ശക്തമാണ്. പൊന്മുടിയിലൊക്കെ മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്ററിന് മുകളിൽ ശക്തമായ കാറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക്, അതായത് 1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കുട്ടിലങ്ങാടിയിൽ ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ കണ്ടെത്തി. വാഹനം ഓടിച്ചിരുന്ന മഞ്ചേരി സ്വദേശി റാഫിയും ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. അപകടത്തിൽ പരിക്കേറ്റ് കുട്ടിലങ്ങാടി സ്വദേശി സുനീർ ഇപ്പോഴും ചികിത്സയിലാണ്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസ് നടപടിയെടുത്തത്. 2024 ഒക്ടോബർ 18 രാത്രി 1 മണിക്കാണ് അപകടമുണ്ടായത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സുനീറിനെ കൂട്ടിലങ്ങാടിയിൽ വെച്ച് ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. അതുവഴി വന്ന ഓട്ടോ ഡ്രൈവറാണ് സുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കേസിൽ 3 മാസത്തിനു ശേഷമാണ് വാഹനവും ഡ്രൈവറെയും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയത്. മഞ്ചേരി സ്വദേശി റാഫിയാണ് പിടിയിലായത്. വണ്ടിയാളെ പിടിച്ചു, നന്ദിണ്ട്. എത്ര പറയാനുള്ള വാക്ക് നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരാളെ ആക്കാൻ പാടില്ല. അപകടമുണ്ടാക്കി 2 മാസമായിട്ടും പോലീസ് വാഹനം കണ്ടെത്താത്തത് 24 വാർത്തയാക്കിയിരുന്നു. പിന്നാലെ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. ആദ്യം വിഷയമായി 24-ലെ വിപിനെയാണ് ഒരു ഫോൺ ചെയ്തു. അങ്ങനെ വിപിനെ എൻ്റെ അടുത്ത് വന്നിട്ടാണ് വീഡിയോസ് ഞങ്ങൾ ആദ്യം ചെയ്തത്. അതിനുശേഷം എല്ലാ ചാനലിലും വന്നു. എല്ലാ ചാനലിൻ്റെയും 24-ൻ്റെ എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു. പിന്നെ ജില്ലാ ക്രൈം ബ്യൂറോൻ്റെ നല്ലൊരു ഇടപെടലുണ്ട്. ഏകദേശം 1 മാസം കൊണ്ട് തന്നെ അവർ പ്രതിയെ ഇന്ന് നമ്മളെ മുന്നിലെത്തിച്ചു. അപകടത്തിന് ശേഷം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നുവെങ്കിലും വാഹനം തിരിച്ചറിയാനാകാത്തതാണ് അന്വേഷണത്തിന് തടസ്സമായത്. 24 മലപ്പുറം. തൃശൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ അപകട കാരണം ബസിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചക്കുറവെന്ന് പരാതി. വെളിച്ചക്കുറവ് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും പരിഹരിക്കാത്തതാണ് അപകട കാരണമെന്നാണ് ആരോപണം. ബസ്സിന് വെളിച്ചക്കുറവുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളും 24 ലഭിച്ചു. നമ്പർ KS 169 ഞായറാഴ്ച രാവിലെ 5:45 തൃശൂരിൽ നിന്ന് KSRTC സ്വിഫ്റ്റ് ബസ് പുറപ്പെട്ടത്. ചീരാച്ചിയിൽ വെച്ച കാൽനട യാത്രക്കാരെ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. ഇടതുവശത്തുകൂടി നടന്നുപോയവരെ കാണാൻ കഴിയുന്ന തരത്തിൽ വെളിച്ചമില്ലാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പരാതി. വെളിച്ചക്കുറവ് സംബന്ധിച്ച് 1 വർഷം മുമ്പ് മുതൽ ജീവനക്കാർ തുടർച്ചയായി പരാതി നൽകി. ഗതാഗത മന്ത്രി പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു. നമ്മൾ മന്ത്രി ഗണേഷ് കുമാർ സാറിന് വരെ നമ്മൾ പരാതി കൊടുത്തതാണ്. പക്ഷേ ഗണേഷ് കുമാർ സാർ അത് അന്വേഷിച്ച് അതിനെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞ് ഓർഡർ കൊടുത്തതാണ്. പക്ഷേ അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് ഹെഡ്ലൈറ്റ് നേരെയാക്കുമോ ഹെഡ്ലൈറ്റ് മാത്രമല്ല, ഒത്തിരി മറ്റേ മെയിൻ്റനൻസ് ഇല്ലാത്തതിൻ്റെ കുറേ പരാതികളുണ്ടായിരുന്നു. സ്വിഫ്റ്റ് ബസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി ബോധപൂർവം അറ്റകുറ്റപ്പണികൾ വൈകിക്കുന്നുവെന്നാണ് ജീവനക്കാരുടെ പരാതി. മന്ത്രി ഒരിക്കൽ പാലക്കാട് ഡിപ്പോയിൽ വന്നപ്പോൾ ഇത് മെയിൻ്റനൻസിന് പ്രത്യേക ബുക്ക് വയ്ക്കണമെന്നും മെയിൻ്റനൻസിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു അപകടം പോലും ഉണ്ടായിരുന്നത് കർശന നിർദ്ദേശം കൊടുത്തതാണ്. പക്ഷേ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സ്വിഫ്റ്റിനെ തകർക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഉണ്ടോ എന്ന് സംശയമുണ്ട്. പല പ്രാവശ്യമായിട്ടും പാലക്കാട് നിന്ന് പോയിട്ട് തിരുവനന്തപുരം സർവീസിൽ പോകുന്ന മറ്റുള്ള ഡിപ്പോകളിൽ നമ്മുടെ പാലക്കാട് വണ്ടികൾ ഡിപ്പോയിൽ കയറ്റി വണ്ടി നിർത്തി സർവീസ് വേറെ വണ്ടിക്ക് പകരം മാറ്റുകയും അല്ലെങ്കിൽ പകരം ആൾക്കാരിനെ വേറെ വണ്ടിയിൽ കയറ്റിവിട്ട് തിരിച്ച് ഞങ്ങൾ പാലക്കാട് വരിക അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഗുണനിലവാരമില്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ജീവന് ഭീഷണിയാവുകയാണ്. 24 തൃശൂർ. തമിഴ്നാട്ടിലെ വിഴുപ്പുറത്ത് ട്രെയിൻ പാളം തെറ്റി. വിഴുപ്പുരം പുതുച്ചേരി മെമു ട്രെയിനിന്റെ 5 കോച്ചുകളാണ് പാളം തെറ്റിയത്. യാത്രക്കാർക്കാർക്കും പരിക്കില്ല. എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ച് ട്രെയിൻ പെട്ടെന്ന് നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. അപകട കാരണം പരിശോധിച്ചു വരികയാണെന്ന് റെയിൽവേ അറിയിച്ചു. കൊല്ലം കടയ്ക്കലിൽ കരിയില കത്തിക്കുന്നതിനിടെ വസ്ത്രത്തിൽ തീപിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം.
കടയ്ക്കൽ മണലൂവട്ടം ബാബുരാജിന്റെ ഭാര്യ പ്രമിതയാണ് മരിച്ചത്. ഇന്നലെ രാവിലെയാണ് സംഭവം. ഗുരുതരമായി പൊള്ളലേറ്റ പ്രമിതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രമിതയുടെ ഭർത്താവ് ബാബുരാജ് വിദേശത്താണ്. എറണാകുളം കാക്കനാട് പാംപ്ടോ ഫ്ളാറ്റിന്റെ സ്വിമ്മിംഗ് പൂളിന് സമീപം 17-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കാക്കര നൈപുണ്യ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥി ജോഷുവയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫ്ളാറ്റിന്റെ 18ാം നിലയിലെ സൈഡ് നെറ്റിൽ ജോഷുവയുടെ വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തി. അപകട മരണമാണോ ആത്മഹത്യയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ഇന്ത്യയിൽ നിന്നുള്ള 4ാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി ഇനമായി സ്മാർട്ട് ഫോണുകൾ മാറി. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ 98% ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. വൻകിട ഇലക്ട്രോണിക്സ് നിർമ്മാണങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവാണ് ഈ നേട്ടം കൈവരിക്കുന്നതിൽ നിർണായകമായത്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതി $2000 കോടി ഉയർത്താനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഐഫോണുകളുടെ കയറ്റുമതിയിലുണ്ടായ വർധനയാണ് ഈ ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ $1200 കോടി രൂപയുടെ സ്മാർട്ട് ഫോണാണ് കയറ്റുമതി ചെയ്തത്. സർക്കാരിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി പ്രകാരം ആപ്പിളും സാംസങ്ങും എല്ലാം ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിർണായകമായി മാറി. IT ഹാർഡ്വെയറിനായി 2023 മെയ് 29-നാണ് 5% പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് വാഗ്ദാനം ചെയ്തത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ വലിയ കുതിപ്പാണ് ഉണ്ടായത്. 2014 2.4 ലക്ഷം കോടി രൂപയായിരുന്ന ഉത്പാദനം 2024 9.8 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 98% മൊബൈൽ ഫോണുകളും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉത്പന്ന കയറ്റുമതിയുടെ 30% സംഭാവന ചെയ്യുന്നത് തമിഴ്നാടാണ്. റിസർച്ച് ഡെസ്ക് 24. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ക്യൂസ് ചാമ്പ്യന്മാരെ തിരഞ്ഞെടുക്കാൻ മത്സരവുമായി ഇന്റർനാഷണൽ ക്യൂസ് അസോസിയേഷൻ. വിവിധ ജില്ലകളിലായി 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ ചാമ്പ്യൻ ആര് എന്ന് കണ്ടെത്താനുള്ള മത്സരം തിരുവനന്തപുരം ലയോള സ്കൂളിൽ പുരോഗമിക്കുകയാണ്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പിന്തുണയിലാണ് ഇന്റർനാഷണൽ ക്യൂസ് അസോസിയേഷന്റെ മത്സരം. നാളെ കോട്ടയം ജില്ലയുടെ മത്സരം നടക്കും. ഈ മാസം അവസാനം സംസ്ഥാനതല മത്സരവും നടക്കും. 3 ലക്ഷം രൂപയാണ് വിജയികൾക്കുള്ള സമ്മാന തുക. ഏഷ്യയിൽ, ഇന്ത്യയിൽ, കേരളത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഈ മത്സരം നടക്കുന്നത്. 2024 ജൂലൈയിൽ ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ വെച്ചാണ് ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്യൂസിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ക്യൂസ് പ്ലെയർ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും 1 മുതൽ 12 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്റർനാഷണൽ ക്യൂസിംഗ് അസോസിയേഷനിൽ ചാമ്പ്യനായി ക്യൂസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും തടസ്സപ്പെട്ടു. IT സെല്ലുമായി ബന്ധപ്പെട്ട് തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഈ മാസം ഇത് 2ാം തവണയാണ് റേഷൻ വിതരണം തടസ്സപ്പെടുന്നത്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് എല്ലാ ഗുണഭോക്താക്കൾക്കും നൽകാനുള്ള ധാന്യങ്ങൾ കടകളിൽ സ്റ്റോക്കില്ല. മാസങ്ങളായി തുക കുടിശ്ശികയായ പശ്ചാത്തലത്തിലാണ് വാതിൽപ്പടി വിതരണക്കാർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 27 മുതൽ റേഷൻ വ്യാപാരികളും അനിശ്ചിതകാല സമരം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇന്ന് തൈപ്പൊങ്കൽ ആഘോഷം. കോലം വരച്ച് പൊങ്കൽ വെച്ചുള്ള ആഘോഷത്തിൽ കേരളത്തിലെ അതിർത്തി ഗ്രാമങ്ങളും പങ്കുചേർന്നു. പൊങ്കൽ ആഘോഷങ്ങൾക്ക് വീര്യം പകർന്ന മധുരയിലെ ജല്ലിക്കെട്ട് മത്സരങ്ങൾക്കും തുടക്കമായി. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിലെ പ്രധാന ദിവസമാണ് തൈപ്പൊങ്കൽ. തമിഴ് കലണ്ടർ പ്രകാരമുള്ള പുതുവർഷം. വീട്ടുമുറ്റത്ത് കോലം വരച്ച് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ അലങ്കരിച്ച പുതിയ മൺപാത്രത്തിൽ പുന്നല്ലരി ഉപയോഗിച്ചാണ് പൊങ്കൽ വയ്ക്കുക. വിളവെടുപ്പുത്സവത്തിൽ കാർഷിക അഭിവൃദ്ധിക്കായാണ് പൊങ്കൽ വയ്ക്കുക. നാളെ കന്നുകാലികൾക്ക് വേണ്ടിയുള്ള മാട്ടുപൊങ്കൽ. മറ്റന്നാൾ ബന്ധുക്കളെയൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി ആഘോഷിക്കുന്ന കാണും പൊങ്കൽ. കേരളത്തിലെ അതിർത്തി ജില്ലകളിലും ആഘോഷം തകൃതിയായി നടക്കുന്നുണ്ട്. നമുക്ക് തമിഴ് കൾച്ചറുണ്ട്, മലയാള കൾച്ചർ. ഞങ്ങൾ പൊങ്കൽ ഏത് രീതിയിൽ ആഘോഷിക്കണോ അതേ രീതിയിൽ ഒരു കുറവും വരാതെ തന്നെയാണ് ഞങ്ങൾ ഓണവും വിഷുവും എല്ലാം ആഘോഷിക്കുന്നത്. പൊങ്കൽ ആഘോഷങ്ങൾക്ക് വീര്യം പകർന്ന് മധുരയിലെ ജല്ലിക്കെട്ട് മത്സരങ്ങൾക്കും തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മത്സരത്തിൽ 1100 കാളകളും 900 പേരുമാണ് മത്സരിക്കുന്നത്.
മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. മഹാകുംഭമേളയുടെ 2ാം ദിനത്തിൽ പ്രയാഗ്രാജിലേക്ക് വൻ തീർത്ഥാടക പ്രവാഹം. മകരസംക്രാന്തി ദിനത്തിലെ അമൃത സ്നാനത്തിനായി എത്തിയത് 2 കോടിയിലധികം വിശ്വാസികളാണ്. പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്രജപവും വാദ്യമേളങ്ങളുമായാണ് പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് തുടക്കമായത്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. ഗംഗ, യമുന, സരസ്വതി നദികളൊന്നിക്കുന്ന ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയാൽ പാപമോക്ഷമെന്ന് വിശ്വാസം. ആദ്യ ദിനമായ ഇന്നലെ പുണ്യസ്നാനത്തിനായി എത്തിയത് 1.5 കോടിയിലധികം പേർ. മകരസംക്രാന്തി ദിനത്തിലെ അമൃതസ്നാനമാണ് ഇന്നത്തെ പ്രത്യേകത. പുലർച്ചെ മുതൽ ത്രിവേണി സംഗമത്തിലേക്ക് തീർത്ഥാടകർ എത്തിത്തുടങ്ങി. കുംഭമേളയുടെ ഭാഗമായി പ്രയാഗ്രാജിലെത്തിയവർക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആശംസകൾ നേർന്നു. ഫെബ്രുവരി 26-ന് മഹാശിവരാത്രി വരെ 45 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ചടങ്ങുകൾ. 12 കിലോമീറ്റർ നീളത്തിൽ സ്നാനഘട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 24 ഡൽഹി. നോക്കാം കായിക വാർത്തകൾ. ഐ ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ ഗോകുലം കേരള FC ഇന്നിറങ്ങും. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന എവേ പോരിൽ ഡെംബോ സ്പോർട്സ് ക്ലബ്ബാണ് എതിരാളികൾ. പുതുവർഷത്തിലെ തകർപ്പൻ തുടക്കം തുടരാൻ ഗോകുലം കേരള FC. ജയമില്ലാത്ത നാളുകൾക്ക് ശേഷം ഡൽഹി FCയെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്തായിരുന്നു മലബാറിയൻസിന്റെ മടങ്ങിവരവ്. അദാമ നിയാനയുടെ ഹാട്രിക്കായിരുന്നു ഡൽഹിക്കെതിരായ തകർപ്പൻ ജയത്തിലെ ഹൈലൈറ്റ്. മറ്റ് മുന്നേറ്റ നിരക്കാരും മിന്നിച്ചു. ഒരുപക്ഷെ ഫിനിഷിംഗിലെ പോരായ്മകളില്ലായിരുന്നുവെങ്കിൽ 5 ഗോളിൽ നിൽക്കില്ലായിരുന്നു ജയം. ആ കുറവ് ഡംബോക്കെതിരെ പരിഹരിക്കുമെന്ന് കരുതാം. 7 മത്സരങ്ങളിൽ 2 ജയവും 4 സമനിലയും 1 തോൽവിയും ഉൾപ്പെടെ 10 പോയിന്റാണ് ഗോകുലത്തിനുള്ളത്. അതേ പോയിന്റ് തന്നെയാണ് ഡംബോയ്ക്കുമുള്ളത്. 3 മത്സരങ്ങളിൽ ജയിച്ചപ്പോൾ അത്ര തന്നെ കളി തോറ്റു. ഒരു കളിയിൽ സമനിലയിൽ കുരുങ്ങി. തുല്യശക്തികൾ പോരടിക്കുമ്പോൾ ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉശിരൻ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം ഫുട്ബോൾ ആരാധകർക്ക്. സ്പോർട്സ് ഡെസ്ക് 24. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.